ഹായ് ഓൾ, സീറോ ബഡ്ജറ്റ് ഓൺലൈൻ മാർക്കറ്റിംഗിലേക്ക് സ്വാഗതം. ഞാൻ ആബിദ ബിൻത്ത് അബ്ദുസമദ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ ആൻഡ് ഇസ്ലാമിക് സോഷ്യൽ മീഡിയ മാനേജർ. ബിസിനസ്സിനുള്ള ജിമെയിൽ ഐ ഡി എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തു മുകളിലുള്ള പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്യാം. മുകളിലേക്ക് സ്ക്രോൾ ചെയ്യാം. താഴെ ആഡ് അക്കൗണ്ട് ആഡ് അനദർ അക്കൗണ്ട് ഗൂഗിൾ സെലക്ട് ചെയ്തു. ഇവിടെ താഴെ ക്രിയേറ്റ് അക്കൗണ്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് അക്കൗണ്ട് ഫോർ വർക്ക് ഓർ മൈ ബിസിനസ് നെക്സ്റ്റ്. ഫസ്റ്റ് നെയിം ആഡ് ചെയ്യാം. നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്യാം, മന്ത്, ഡേ, ഇയർ. അതിന് ശേഷം ജെൻഡർ, ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നുള്ളത്. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇത് കറക്റ്റായിട്ട് കൊടുക്കണം. പിന്നീട് വെരിഫിക്കേഷനും കാര്യങ്ങളും വരുമ്പോൾ നമ്മുടെ ഐ ഡി ആയിട്ട് ഇത് മാച്ച് ആണോ എന്ന് നോക്കും ഗൂഗിൾ. നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് കൊടുക്കാം. അത് നമ്മുടെ ബിസിനസ്സിൻ്റെ പേരാണ് കൊടുക്കുക. ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളതാകുമ്പോൾ ബിസിനസ്സിൻ്റെ പേര് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇനി പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വരുമ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. മൊബൈൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് മൊബൈൽ നമ്പർ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTP വരും. അത് ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഗൂഗിളിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഐ അഗ്രി ക്ലിക്ക് ചെയ്യാം. ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ആയി. ഈ രീതിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം നമ്മുടെ അക്കൗണ്ട്. അതിന് വേണ്ടിയിട്ട് വീണ്ടും പ്രൊഫൈലിൽ പോവാം. നമ്മളിപ്പം ഉണ്ടാക്കിയ ജിമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യാം. ശേഷം പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യാം. ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഹോമിൽ ക്ലിക്ക് ചെയ്യാം. ആഡ് റിക്കവറി ഫോൺ. ഈ മൊബൈൽ നമ്പർ കൊടുക്കുമ്പം ജിമെയിൽ ഐ ഡിക്ക് ഈ പാസ്വേഡ് മറക്കുക മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും വരികയാണെന്ന് വെച്ചാൽ ഈ നമ്പറിലേക്കായിരിക്കും വെരിഫൈ ചെയ്യാൻ വേണ്ടി OTP അയക്കുക. നമ്മുടെ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യാൻ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പറാണ്. എൻ്റർ യുവർ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്യാം. ഇനി ആഡ് ആൻ ഇമെയിൽ അഡ്രസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു ഇമെയിൽ അഡ്രസ്സ്, സെയിം അഡ്രസ്സല്ല, മറ്റൊരു ഇമെയിൽ അഡ്രസ്സ്. കാരണം ഇത് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ മൊബൈൽ നമ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്ത് സേവ് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ബാക്കോട്ട് തന്നെ പോവാം. ഇനി താഴെ ഹോം അഡ്രസ് ഫോർ യുവർ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഹോം അഡ്രസ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾക്ക് അഡ്രസ്സായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ഓൺ മാപ്പിൽ പോയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും എവിടെയാണെന്നുള്ളത്. സേവ് ചെയ്യാം. ചൂസ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യാം. ഇനി മുകളിലെ പേഴ്സണൽ ഇൻഫോർമേഷൻ സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ ബേസിക് ഇൻഫോർമേഷൻസൊക്കെ കറക്റ്റ് അല്ലേ എന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക. അതിന് ശേഷം പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ് പ്രൊഫൈൽ പിക്ചർ ഇതിലേതെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡിവൈസിൽ ഉള്ള ലോഗോയോ കാര്യങ്ങളോ നമുക്ക് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ റാൻഡായിട്ടൊരു പിക്ചർ ആഡ് ചെയ്യാണ്. നമുക്ക് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ സൂം ഔട്ടും സൂം ഇന്നും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സേവ് ആസ് പ്രൊഫൈൽ പിക്ചർ.
എനിവൺ ആരാ കാണേണ്ടത് എന്നുള്ളത് എനിവൺ ആണെങ്കിൽ എനിവൺ ആക്കുക. സേവ് ക്ലിക്ക് ചെയ്യാം. ബാക്ക്. പിന്നെ ഈ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അഡ്രസ്സ്, ഹോം അഡ്രസ്സ് കറക്റ്റ് അല്ലേ. ഇനി നമുക്ക് വർക്ക് അഡ്രസ്സും സെലക്ട് ചെയ്യാൻ പറ്റും. സെയിം ഹോം അഡ്രസ്സ് സെലക്ട് ചെയ്ത പോലെ തന്നെ വർക്ക് സെലക്ട് ചെയ്യുക, അഡ്രസ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ചൂസ് ഓൺ മാപ്പിൽ നമ്മുടെ ഏരിയാസ് എവിടെയാണോ വർക്ക് പ്ലേസ് ഉള്ളത് അവിടെ സെലക്ട് ചെയ്യാം, സേവ് ചെയ്യാം. പിന്നെ ഈ ഗൂഗിൾ സർവീസിൽ എങ്ങനെയാണ് നമ്മുടെ പ്രൊഫൈൽ കാണുക അറിയാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യുക. ഈ രീതിയിലായിരിക്കും ഗൂഗിൾ പ്രൊഫൈൽ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുക. ഇപ്പോൾ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട്, ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ജിമെയിൽ അക്കൗണ്ട് റെഡി ആയി കഴിഞ്ഞു. ഗൂഗിൾ മൈ ബിസിനസ് അതുപോലെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ, ചാനൽ ഓപ്പൺ ചെയ്യാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഈ അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ യൂട്യൂബ് ചാനലിന് സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് യൂസ് ചെയ്യുന്നതും ഗൂഗിൾ മൈ ബിസിനസ്സിന് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതുമാണ് എപ്പോഴും നല്ലത്. പബ്ലിക്കായിട്ട് ആഡ് ആക്കുന്ന ഇമെയിൽ ഐ ഡികൾ നമ്മൾ യൂട്യൂബിനും യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.